രാജകുമാരി, ഞാൻ പറയാം. ഇന്നലെ രാത്രി മഹാരാജാവിന്റെ നേർക്ക് ആക്രമണം നടത്തിയില്ലേ? അയാളെ നമുക്കറിയാം രാജകുമാരി. എന്താ ഈ പറയുന്നത്? ആരാണ് അയാൾ? ഔഷധം തയ്യാറാക്കുന്ന ആളാണ്. വളരെ നല്ല ആളുകളാണ്. നിനക്കറിയാമോ അവരാരാണെന്ന്? നിനക്കറിയോ അവരെവിടെയാ താമസിക്കുന്നത്? വേഗം പറയൂ. നീ ഭയക്കണ്ട. നിനക്ക് നമ്മോട് പറയാം. നമ്മോട് പറയൂ. നമ്മോട് പറയൂ. പറയൂ. ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും നമുക്ക് ഭിക്ഷ നൽകൂ. ഈ വൃദ്ധനായ സന്യാസിക്ക് ആരെങ്കിലും ഭിക്ഷ നൽകൂ. വൃദ്ധനായ സന്യാസിക്ക് ഭിക്ഷ നൽകുന്നതിലൂടെ നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ദീർഘായുസ് ലഭിക്കുന്നതാണ്. നാം നമ്മുടെ ഭർത്താവിന്റെ അന്തിമ സംസ്കാരം നടത്തി കഴിഞ്ഞു. ഇതുവരെ നിങ്ങൾ വന്നില്ലല്ലോ. ഇപ്പോൾ എന്തിനാണ് ഭിക്ഷ യാചിക്കാൻ വന്നത്? ദേവിയുടെ സകല കഷ്ടതകളും അകന്നു പോകുന്നതാണ് മാതേ. നമ്മുടെ ഭർത്താവ് മരിച്ചുപോയി. എല്ലാം അവസാനിച്ചു കഴിഞ്ഞു. രാജകൊട്ടാരത്തിലെ ജഗത്താനായ കുമാരദേവൻ നമ്മുടെ സ്വാമിയെ അദ്ദേഹം നമ്മുടെ ഭർത്താവിന്റെ ഹത്യ നടത്തി. ഓ, ആ രാജകൊട്ടാരത്തിലെ നിന്റെ ഭർത്താവിനെയാണോ വധിച്ചത്? എന്നാൽ ഇത് കണ്ടില്ലേ നിന്റെ പുത്രിയുടെ അവസ്ഥ? പിതാവെന്നാൽ എന്താണെന്ന് അവൾക്കൊരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ. ദുഃഖകരമാണ്. എന്നാൽ നാം കേട്ടത് മറ്റൊന്നാണല്ലോ. നിന്റെ ഭർത്താവ് രാജകൊട്ടാരത്തിൽ മോഷണം നടത്താൻ പോയതാണെന്ന്. പിടിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവൻ വിഷം കഴിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്തെന്ന് കേട്ടു. ഇല്ല ഇല്ല, ഇതൊന്നും സത്യമല്ല. ആ കൊട്ടാരത്തിലുള്ള കുമാരദേവന്റെ ആളുകൾ നമ്മുടെ കഴുത്തിലും നമ്മുടെ കുഞ്ഞിന്റെ കഴുത്തിലും ഉടവാള് വെച്ചു. എന്നിട്ട് നമ്മുടെ ഭർത്താവിനെ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അദ്ദേഹത്തെ കൊണ്ട് അധർമ്മം ചെയ്യിപ്പിച്ചു. നമ്മുടെ ഭർത്താവ് അപരാധം ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോ മനസ്സിലായി. അരുത്, നീ ദുഃഖിതയാവരുത്. ദേവി മഹാചണ്ഡിക ആർക്ക് എപ്പോൾ എന്തു പാപത്തിന്റെ ദണ്ഡന എങ്ങനെ നൽകുമെന്ന് നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മൾ മനുഷ്യർക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാൽ പുത്രി, നീ ആശങ്കപ്പെടേണ്ടതില്ല. നിന്റെ ഭർത്താവിന്റെ മരണത്തിന് കാരണം ആരായാലും അവർക്കതിനുള്ള ശിക്ഷ തീർച്ചയായും ലഭിക്കും. നമുക്ക് മറ്റാരുടെ സഹായം ആവശ്യമില്ല. നാം സ്വയം കുമാരദേവന്റെ വധം നടത്തുന്നതാണ്. അതിനുശേഷം മാത്രമേ നാം മരിക്കും. നീ വളരെ വലിയ തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. നോക്കൂ, മരിക്കാനുള്ള നിന്റെ ആഗ്രഹം നാം പൂർത്തീകരിക്കും. പോകൂ. നിന്റെ ഭർത്താവിന്റെ ഹത്യ നടത്തിയത് നാമാണ്. നിന്നെയും നിന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നത് നാമാണ്. രക്തം, രക്തം. നിൽക്ക.
ആരാണ് നിങ്ങൾ? ആരാണെന്ന് പറയൂ. അവരെ എന്തിനാണ് വധിച്ചത്? ആരാണ് നിങ്ങൾ? കപട വേഷധാരി, ഇങ്ങനെ വേഷം മാറിയാലും നമ്മുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ എന്ത് ആപത്താണ് ആരംഭിക്കാൻ പോകുന്നത്? രൂപവതി, ഇളയച്ച, ഈ കപട വേഷധാരിയെ പിടിക്കൂ. ഈ കപട വേഷധാരിയെ പിടിക്കൂ. രൂപവതി, 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 നീ എവിടേക്കാണ് പോകുന്നത്? നിനക്ക് ബുദ്ധിഭ്രമം സംഭവിച്ചോ? ഈ പ്രദേശം എത്ര ഭീകരമാണെന്ന് നിനക്കറിയാമോ? ആ കപട വേഷധാരി രക്ഷപ്പെട്ടു. ആ കപട വേഷധാരി ഓടി രക്ഷപ്പെട്ടു. അത് നോക്കൂ, നമ്മുടെ പിതാശ്രീയെ വധിക്കാൻ വന്നയാളുടെ ഭാര്യയാണത്.